കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. MP വിഘ്നേശ്വരനെ എല്ലാവർക്കും ഭയം അടിക്കേ. അയാൾ ശരിക്കും ഒരു അധോലോക നായകൻ തന്നെയാണ്. അയാളെ പിണക്കിയിട്ട് നമുക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ലടിക്കേ. ഇപ്പൊ തന്നെ ഒറ്റ ദിവസം കൊണ്ടാ എല്ലാ ലൈസൻസും അയാൾ റദ്ദാക്കിയത്. വലിയ പ്രയാസപ്പെട്ടിട്ടാ ഇപ്പൊ ജാമ്യം പോലും കിട്ടിയത്. DK, അയാളെ നേരിടാൻ നമുക്ക് പറ്റില്ല. ഇവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം ഈ സംഭവിച്ചൊന്നും ഇവിടെ മറ്റാരും അറിയരുത്, നിങ്ങളുടെ ഭാര്യമാര് പോലും. ഇല്ല, അവര് 3 പേരും കരുതിയിരിക്കുന്നത് അവരാവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. തൽക്കാലം ബാംഗ്ലൂരിലെ റെസ്റ്റോറന്റ് കൈവിടുകയല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അയാളെ പേടിക്കണം DK. അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്തവനാ അവൻ. തൽക്കാലം നിങ്ങൾ ഇനി ബാംഗ്ലൂരിലേക്ക് പോകണ്ട. അതാരെയും പേടിച്ചിട്ടല്ല. നിങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഓർത്തിട്ടാ. നമുക്ക് കേരളത്തിൽ തന്നെ ഒരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കാം. അതുമാത്രമല്ല, ഞാൻ മറ്റു ചില തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വന്തമായ അവരവരുടെ ബിസിനസ് തുടങ്ങി സെറ്റിൽ ആവാനുള്ള സമയമായി. എന്ത് ബിസിനസ് തുടങ്ങണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഭാര്യമാരുമായി ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഇത്രയും കാലം എന്റെ ചിറകിനടിയിൽ നിന്ന് നിങ്ങൾ ബിസിനസ് പഠിച്ചു. ഞാൻ പറയുന്നത് കേട്ടും അനുസരിച്ചും ജീവിച്ചു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ബിസിനസ് തുടങ്ങാം. ആലോചിച്ച് തീരുമാനിക്കുക. പിന്നെ ബാംഗ്ലൂരിൽ നടന്ന ഒരു കാര്യവും നിങ്ങളുടെ ഭാര്യമാർ അറിയാൻ ഇടയാവരുത്. ഇല്ല, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അപ്പോ അങ്ങനെ എല്ലാവരും സ്വതന്ത്രരാകാൻ പോകുന്നു. നമുക്കെല്ലാം സ്വന്തമായ ബിസിനസ്. ഒടുവിൽ അത് DK തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അത്രയും സന്തോഷം. അപ്പോ DKയ്ക്കുള്ളിൽ നമ്മളെ കുറിച്ച് കരുതലുണ്ട്. കരുതലില്ലാതെ പിന്നെ? എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കൊണ്ടുവന്ന് വളർത്തിയ മക്കളല്ലേ. അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും DKയ്ക്ക് പിന്നെ ഉത്കണ്ഠയില്ലാതിരിക്കൂ. അതെ, നമുക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും ഒരു ബിസിനസ് കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ്സുകളായിരിക്കണം അത്. ശ്രീയേട്ടാ, ആ ബാംഗ്ലൂരിലെ റെസ്റ്റോറന്റ് നമുക്കിങ്ങ് തരാൻ പറഞ്ഞാലോ? എന്തു പറയുന്നു? ഏയ്, അത് വേണ്ട. അത് ശരിയാവത്തില്ല. ഇനി നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോയാൽ ശരിയാവത്തില്ല. അതെന്താ? അല്ല, അത് ശരിയാവത്തില്ല. അതുകൊണ്ട്. അതെന്താ അവിടെ കച്ചവടമില്ലേ? അല്ല, അവിടെ കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷേ ബാംഗ്ലൂർ നമുക്ക് പറ്റിയ സ്ഥലമല്ല. അത് വേറെ സ്റ്റാഫിനെ വെച്ച് നടത്തുന്നതാണ് നല്ലത്. എന്നാ പിന്നെ നമുക്ക് വേറെ ബിസിനസ് കണ്ടുപിടിക്കണം. ഞാനും ചില ബിസിനസ്സുകൾ ആലോചിക്കുന്നുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയാലോ എന്നാ എന്റെ ആലോചന. എനിക്ക് തോന്നുന്നത് നിങ്ങൾ 3 പേരും കൂടി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബിസിനസ് നടത്താതെ ഒരുമിച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നത് നല്ലതെന്നാ. ഓ, അത് വേണ്ട. ഒറ്റയ്ക്കൊറ്റയ്ക്കാവുമ്പോ അവരവരുടെ സ്വാതന്ത്ര്യത്തിന് എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാലോ. എന്താ ശ്രീയേട്ടന്റെ അഭിപ്രായം? സ്വതന്ത്രമായി വളരാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാ നല്ലത്. സഹോദരങ്ങൾ എപ്പോഴും പരസ്പരം സഹായിക്കുമല്ലോ, അത് മതി. ഒറ്റയ്ക്കാവുമ്പോ 3 പേർക്കും 3 ബിസിനസ് ആവുകയും ചെയ്യും. സത്യം പറഞ്ഞ ജ്യോതിയാ DKയുടെ മാറ്റത്തിനെല്ലാം കാരണം. നമ്മള് നന്ദി പറയേണ്ടത് ശരിക്കും ജ്യോതിയോടാ. DK ഇത്രയ്ക്ക് മാറ്റിയെടുത്തത് ജ്യോതിയാ. അതൊക്കെ ശരി തന്നെ എന്ന് കരുതി അവളുടെ അടിമയാകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അടിമയാകണമെന്ന് ആര് പറഞ്ഞു? ജ്യോതി പറഞ്ഞോ? നീ ഇനിയും നിന്റെ മനസ്സിലെ നെഗറ്റീവായ ചിന്തകള് കുറച്ചുകൂടി മാറ്റണം. എനിക്കും ജ്യോതിയോട് എതിർപ്പുണ്ടായിരുന്നു, ശത്രുതയുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ മാറ്റി DK അംഗീകരിച്ചു കഴിഞ്ഞപ്പോ
ജ്യോതിയെ ഞാനും അംഗീകരിച്ചു. ഇപ്പോഴും നിന്റെ മനസ്സ് ജ്യോതി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമുക്ക് ജ്യോതിയോടുള്ള ശത്രുതയൊക്കെ വിടാം. നമുക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങി ഒരു നല്ല നിലയിൽ എത്തിച്ചേരുന്നതിനെ കുറിച്ച് മാത്രം ആലോചിക്കാം. ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി എല്ലാവരും അവരവരുടെ ബിസിനസിനെ കുറിച്ച് ആലോചിക്കണം. നാളെ അവരവരുടെ ബിസിനസിനെ കുറിച്ച് പരസ്പരം സംസാരിക്കണം. എന്നിട്ടൊരു ധാരണയിലെത്തണം. എന്തു പറയുന്നു? സമ്മതിച്ചു. അതാ നല്ലത്. ഇപ്പോ നമ്മളൊക്കെ സ്വതന്ത്രരായ മുതലാളിമാരാൻ പോകുന്നു. മുതലാളിമാര്? പിന്നല്ലാതെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ മുതലാളി എന്നല്ലാതെ പിന്നെ എന്താ പറയാ? ഇന്നത്തെ കാലത്ത് മുതലാളി ചമഞ്ഞ് ജീവിക്കാനൊന്നും പറ്റില്ല. തൊഴിലാളികളുടെ കൂടെ പട്ടികളെ പോലെ പണിയെടുക്കണം. എന്നാലേ ഒരു ബിസിനസ് നിലനിർത്താൻ പറ്റൂ. നിങ്ങൾ തമ്മിൽ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതി. എല്ലാവർക്കും അവരവരുടേതായ ഒരു ബിസിനസ്, അതിലൂടെയുള്ള നമ്മുടെ വളർച്ച, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്താ അർജുൻ, കണ്ടോ? സ്ഥലം പിടികിട്ടി സാർ. ഇവിടുന്ന് 2 കിലോമീറ്റർ ഓടി പോണം. നഗർ ആ ഇനി എത്ര ദൂരം കൂടെ ഉണ്ട് അർജുൻ? എത്താറായി സാർ. സാർ, ഇതാ വീട്. അവനകത്തുണ്ടാവും. ഏതവനാണ് കഥയിൽ തട്ടുന്ന? ആരുടെ ചാക്കാല പറയാനാടാ നീ വന്നേ? ഏതാണോ നീയൊക്കെ? ഞങ്ങള് ചാക്കാല പറയാനൊന്നും വന്നല്ല, നിന്നെ ജീവനോടെ കൊണ്ടുപോകാൻ വന്നതാ. അത് ശരി. അപ്പൊ നീ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. അതെ, നിന്നെയും കൊണ്ട് പോകാൻ തന്നെയാ ഞങ്ങൾ വന്നത്. എന്താ, നിനക്ക് വിയോജിപ്പുണ്ടോ? ചാകാൻ ടിക്കറ്റ് എടുത്ത് കയറി വന്നിട്ട് തമാശ പറയുന്നു. ടിക്കറ്റ് എടുത്തത് ചാവാനാണോ അതോ നിന്നെയും കൊണ്ട് തിരിച്ചു പോകാനാണോന്നൊക്കെ നമുക്ക് കണ്ടറിയാം. തമാശ പറയാതെ തിരിച്ചു പോ സാറേ. നിങ്ങൾക്കൊക്കെ അതാ നല്ലത്. ഒറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. രാജീവിനെ ലോറി ഇടിച്ചു കൊല്ലാൻ അവിനാശ് നിനക്ക് എത്ര പണം തന്നു? ഞെട്ടണ്ട, അത് ചെയ്തത് നീയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ വന്ന് അതൊന്ന് സമ്മതിച്ചാൽ അതോടെ നിന്റെ ജോലി തീർന്നു. അത് ശരി. അപ്പൊ എന്നെ തൂക്കാനുള്ള കൊട്ടേഷനായിട്ട് വന്നാണല്ലേ? ഓടാ ഓടാ, ജീവൻ വേണമെങ്കിൽ പൊയ്ക്കോ, അല്ലെങ്കിൽ കൊല്ലും ഞാൻ.
എന്താ ഇത്? ആരായാള്? ഇവൻ ആരാണെന്നൊക്കെ പറയാം. ആദ്യം നിങ്ങളുടെ CA വിളിക്കും. എനിക്ക് അദ്ദേഹത്തോടാ സംസാരിക്കാനുള്ളത്. CA അകത്തുണ്ട്. എന്താ കാര്യം? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട് DK. ഒന്ന് ഞെട്ടി അല്ലേ? നിങ്ങൾ എന്നെ വളരെ കഷ്ടപ്പെട്ട് ഈ യൂണിഫോമിൽ നിറക്കിയതാ. പക്ഷേ ആ സസ്പെൻഷനൊക്കെ കാറ്റിപ്പറത്തി ഇപ്പൊ ഞാൻ ഇങ്ങ് തിരിച്ചു കയറി. ഇപ്പൊ കേറിയതേ ഉള്ളൂ. കേറിയപ്പോ തന്നെ നല്ലൊരു കണി തരണം നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഇവനെ ഞാൻ അങ്ങ് ഇട്ട് തന്നത്. നിങ്ങൾ എന്താ കരുതിയത് DK? ഇവനെ നിങ്ങൾ കണ്ടുപിടിച്ചാണെന്നോ? ഒരിക്കലും അല്ല. ഇവനെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടു തന്നത് ഞാനാ, ഈ ഒരു നിമിഷത്തിന് വേണ്ടി. അത് ശരി. അപ്പൊ ഇത് നിന്റെ കളിയായിരുന്നല്ലേ? പക്ഷെ അതുകൊണ്ട് ഇവന്റെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. സോ വാട്ട്? സത്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ DK? എന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പണം എത്ര ഉണ്ടായാലും അധികാരമെന്നും അധികാരം തന്നെയാ. അതിന്റെ ശക്തിയൊന്നും വേറെ തന്നെയാ. എത്ര പണമുള്ളവനായാലും അധികാരത്തിന്റെ കസേരയ്ക്ക് പുറത്ത് ദാ ഇങ്ങനെ ദൂരേക്ക് മാറി നിൽക്കും. നീ അധികം നെകളിക്കണ്ട. ഇവന്റെ മൊഴി അത് ഞാൻ കോടതിയിൽ സമർപ്പിച്ചോളാം. ഇവനും നിനക്കും പരമാവധി ശിക്ഷ വാങ്ങിച്ചു തരാൻ എനിക്കത് മാത്രം മതി. ആണോടാ? എന്റെ പൊന്നു സാറേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ തല്ലി പഴിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഏതാണ്ടൊക്കെ പറയിപ്പിച്ചതാ. ഞാനത് കോടതി പറയും. അപ്പൊ അവിടെ നിഷേധിക്കും. അടി കൊണ്ടപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അതുകൊണ്ട് അതെല്ലാം സത്യമാണോന്നുണ്ടോ? എനിക്കങ്ങനെ ഒരു സംഭവം അറിയത്തില്ലെന്ന് ഞാൻ പറയും. കേട്ടില്ലേ?
ഇതാണ് ഈ കേസിലെ ട്വിസ്റ്റ്. വേണമെങ്കിൽ നിങ്ങളാണ് ഇവന് കൊട്ടേഷൻ കൊടുത്തതെന്ന് ഞാൻ ഇവനെ കൊണ്ട് കോടതി പറയിക്കും. എന്താ കാണണോ? എന്നിട്ട് ഈ കൊലക്കേസും കൂടി വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ തലയ്ക്ക് കെട്ടിവെക്കും. കുറച്ചു കാലം വേണമെങ്കിൽ അകത്ത് കിടക്കാം. എന്താ ചെയ്യട്ടെ? ഇപ്പൊ നീ ഇവനെ വെച്ച് കളിച്ചോ. ഇവന്റെ പേരിൽ നീ കേസ് എടുക്കണ്ട. പക്ഷെ എന്റെ കോടതിയിൽ ഞാൻ കേസ് എടുക്കും. അവിടെ ഇവനും നിനക്കൊക്കെ എന്താ ശിക്ഷ വിധിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനത് വിധിക്കുകയും ചെയ്യും, നടപ്പാക്കുകയും ചെയ്യും. യൂണിഫോമിൽ തിരിച്ചു കയറിയെന്ന് പറഞ്ഞ് അധികം നെകളിക്കേണ്ട നീ. ഇതിനകത്തുനിന്ന് വീണ്ടും തിരിച്ചിറങ്ങാനോ അധികം സമയമൊന്നും വേണ്ട. ഓർത്തോ നീ. എന്താ ഏട്ടന് ഇത്ര താമസിക്കുന്നേ? ഇത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ ആണുങ്ങൾ എങ്ങനെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പിന്നെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റി ഒരു ചിന്തയില്ലല്ലോ. നിങ്ങൾ വരട്ടെ, ശരിയാക്കി കൊടുക്കാൻ. ഏട്ടൻ എന്താ ഇത്ര താമസിച്ചേ? ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു എന്നറിയോ? അല്ല, ഏട്ടൻ ഓഫീസിൽ നിന്ന് എപ്പോഴാ ഇറങ്ങിയേ? അല്ല, ഓഫീസിൽ നിന്ന് ഇവിടെ വരെ ഇത്ര സമയം വേണോ? ഓഹോ, നീ അതൊക്കെ കണക്കൂട്ടിയിരിക്കണോ? പിന്നല്ലാതെ എനിക്ക് വേറെ എന്താ കണക്ക് കൂട്ടാനുള്ളേ? നീ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കണക്കൂട്ടണ്ട. അല്ല, നീ എന്താ ഡള്ളായിട്ടിരിക്കുന്നേ? ഞാൻ ഡള്ളൊന്നുമല്ല. അപ്പൊ പിന്നെ എന്നെ കാത്തു നിന്നെ ടെൻഷൻ ആയിരിക്കും. ബാക്കിയൊക്കെ മുറി ചെന്ന് പറയാം. ഈശ്വര, ഇവിടെ ഇടിക്ക് ഒരു സമയത്ത് വെറുതെ വിടില്ലല്ലോ. ജ്യോതി, എന്റെ മായജി, ഇതൊക്കെ ഇവളുടെ അടവാ. കണ്ടില്ല ഡീക്ക് അവളുടെ കാല് തിരുമുന്ന. ഒന്ന് പതുക്കെ പറ, ഡീക്ക് കേൾക്കും. താരേച്ചി പറഞ്ഞ ശരിയാ, ഇത്തിരി ഓവറാന്നാ എനിക്കും തോന്നുന്നു. വേണ്ട, അയ്യോ, നമുക്ക് റൂമിലേക്ക് പോവാം. ഞാൻ പിടിച്ചോളാം. അയ്യോ, കാല് നടക്കാൻ പറ്റുന്നില്ലേ? ഓ, വാ. ഒരു നാണോ ഇല്ലതായോ? നമ്മളിവിടെ നിൽക്കാന്നുള്ള ഒരു വിചാരവും ഇല്ല. നീ എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അമ്മ പറയും പോലെ അവര് ലവ് ചെയ്യട്ടെ. ലവ് കുന്തം. മൈജി, നമ്മൾ എത്ര കുശുമ്പെടുത്താലും അവരിതിനേക്കാളും നന്നായി പ്രേമിക്കും. നോക്കി നടക്കണ്ടേ ജ്യോതി? വേദനയുണ്ടോ? ഇവിടെ വേദനയുണ്ടോ? ഇവിടെയോ?
ജ്യോതി പതുക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനേ പറ്റിച്ചതാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പറഞ്ഞ? എന്റെ കാലിന് ഒരു കുഴപ്പമില്ലാന്ന്. അവളുമാരുടെ മുമ്പിൽ വെച്ചേ ഞാനൊരു നമ്പർ കാണിച്ചതല്ലേ.